നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ അയ്യോ, ആരെങ്കിലും ഓടി വരണേ. ആരുമില്ലേ? ഓടി വായോ. എന്താ എന്താടോ? അയ്യോ അജയൻ, ഹരി, ഓടി വാ. വേഗം വാ. അജയ, അജയ, അജേട്ടാ, അജയ, 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 അജേട്ടാ, അജയ, ഏട്ടാ, മോനെ, ഏട്ടാ, എടീ, അജേട്ടാ, അജയ, ഏട്ടാ, ആ കാറ്റ് പോയി പിടിക്കാൻ നോക്ക്. പതുക്കെ പതുക്കെ. എവിടെ നോക്കി പിടിക്കേ. നല്ല വെയിറ്റ് ഉണ്ട്. അജേട്ടാ, അയ്യോ, ഏട്ടാ, എന്താ കസേരക്ക് എടുക്ക്. എടുക്കെടുക്ക്. ദാ, ഇവിടെ കുത്തിച്ചാര്. അജയ, അജേട്ടാ, അജയ, ഇവിടെ കണ്ണു അജയ. മോനെ. അജയ, അജേട്ടാ, കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. അജയ, അജേട്ടാ, അജയ, അജയ, ഏട്ടാ, കണ്ണു തുറ. അജേട്ടാ, എന്ത് പറ്റില്ല? ഒന്ന് കണ്ണൂർ കേട്ടാ. അജയ, ദാ, അജയ, അജയ, അജേട്ടാ, എടാ മോനെ, അജേട്ടാ, എടാ ഒന്ന് കണ്ണു തുറക്കടാ നീ. ഏട്ടാ, എന്താടാ? എന്താ പ്രേതം? ആര്? പ്രേതം? എടാ അത് നിന്റെ ഭാര്യ മൈഥിലിയാ. രണ്ടും ഒന്നല്ലേ? വിശ്വേട്ടാ, ഇത് കുഴപ്പമാ. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ആണോ? ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മാറുന്ന കേസല്ല, ഇത് ബാധയാ. കണ്ട, നോക്കണ നോട്ടം കണ്ടില്ലേ? എവിടെ നോക്കിയാലും പ്രേതത്തെ കാണാം. അതാ ഈ ബാധ അടിച്ചാലുള്ള കുഴപ്പം. ആണ്ടബാധ കൊണ്ടേ പോകൂ എന്ന് കേട്ടിട്ടില്ലേ? ഇതിപ്പോ നമ്മളിന്നെ എന്ത് ചെയ്യും? എന്റെ പരിചയത്തിൽ ഒരു ഉഗ്രമന്ത്രവാദിയുണ്ട്. കണ്ണാട്ടുമോടി ഭൈരവൻ. ചുട്ട കോഴിയെ പറപ്പിക്കും. അങ്ങേരെ കൊണ്ടുവന്ന ഏത് ഒഴിയാത്ത ബാധയും ഒഴിയും. വിളിക്കട്ടെ? ഭൈരവനെങ്കിൽ ഭൈരവൻ. ഇവന്റെ അസുഖം ഒന്ന് മാറിക്കിട്ടെ. വിളിക്കേ. പിടിക്കാവനെ. ഭൈരവനോ? അതാരാ? ആ, വന്നാലും മഹാമാന്ത്രിക, വന്നാലും. മാണിക്യമംഗലം മണ്ണിലേക്ക് അങ്ങേക്ക് സ്വാഗതം. ഇതാണ് മാണിക്യമംഗലത്തെ വിശ്വനാഥ മുതലാളി. ഞാൻ പറഞ്ഞില്ലേ, മഹാമാന്ത്രികൻ കണ്ണോട്ടുമോടി ഭൈരവൻ തിരുവടികൾ. നമസ്കാരം.
പ്രേതാവേശിതൻ എവിടെയാണ്? അകത്തുണ്ട്. ദേഹോപദ്രവം തുടങ്ങിയോ? ഇല്ല, ഉടനെ തുടങ്ങും. ഒന്ന് ചുമ്മായിടോ. വന്നാട്ടെ. അയാള് വന്ന ഗെറ്റപ്പ് കൊള്ളാല്ലേ? ഇത് നമ്മൾ തകർത്ത് വരി നോക്കിക്കോ. ചേച്ചി, പ്രേതത്തെ ഒഴിപ്പിക്കാൻ ഈ തെമ്മാടിയെ കുരുതി കൊടുക്കാൻ പറ്റുമോ? ദാ, ഇതാണ് ആള്. പേടിച്ച് തൂറി പനി പിടിച്ച് കിടക്കുക. ഇന്ന് കാലത്തെ ടെറസിന്റെ മുകളിൽ നിന്നാണ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തത്. ഇന്നലെ ഉറക്കത്തിലെ സോമയാംബുലിസം ബാധിച്ചിറങ്ങിപ്പോയതാ. എന്താ ഇയാളുടെ പേര് പറഞ്ഞത്? അജയൻ. അജയ് ഘോഷ്. ഫുൾ നെയിം പറഞ്ഞു കൊടുക്കാൻ എന്താ PSC ടെസ്റ്റാ? അജയൻ, അത് മതി. എന്റെ പൊന്നു ഭൈരവ തിരുവടികളെ, ഒന്ന് വിശദമായി നോക്കിയാട്ടെ. ഇയാള് രക്ഷപ്പെടോ ഇല്ലയോ എന്നറിയാലോ. രക്ഷപ്പെടാൻ പാടാ. അയ്യോ, ഞാൻ കണ്ടത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതിഭീകരയായ രക്തരക്ഷസ ഇയാളിൽ കടന്നുകൂടിയിരിക്കുന്നത്. കലാനിലയത്തിലെ രക്തരക്ഷസാണോ തിരുവടികളെ? അതിനേക്കാൾ മുന്തിയ ഇനമാ. ഒഴിപ്പിക്കാൻ കടുത്ത പ്രയോഗം തന്നെ വേണ്ടിവരും. പ്രയോഗം എന്ന് പറഞ്ഞാ ആവാഹനവും ഉച്ചാടനവും, അതും അർക്കപാതിയിൽ. പഞ്ചവർണ്ണങ്ങൾ കൊണ്ട് കളം വരച്ച് കാളിയെയും കൂളിയെയും ചാത്തനെയും മാടനെയും മറുതയെയും ആവാഹിച്ചു വരുത്തി കളത്തിലിരുത്തി 101 കരിങ്കോഴി ചോര തളിച്ച് 1001 ചന്ദനമുട്ടി കത്തിച്ച് ഹോമകുണ്ടം ജ്വലിപ്പിച്ച് അരണയുടെ കണ്ണും പച്ചയോന്നിന്റെ ചെവിയും ഉപ്പന്റെ തലയും സമാസമം അരച്ചെടുത്ത് കാഞ്ഞിരത്തടിയിൽ ഒരു കടുത്ത പ്രയോഗം. പിന്നെ ഏത് രക്ഷസും പമ്പ കിടക്കും. അല്ല തിരുവടികളെ, ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. അല്ല, ഈ പച്ചോന്തിന്റെ ചെവി എവിടെ കിട്ടും? അല്ല, ഈ ഓന്ത് ഇടക്കിടക്ക് നിറം മാറൂലേ? അപ്പൊ പച്ച പോരെന്ന് പറയാൻ പറ്റുമോ? അയ്യോ, പണിപാളിയാ. പൂജ നടത്തുന്നുണ്ടെങ്കിൽ ഉടൻ വേണം. വൈകിയാൽ ഇയാളുടെ കാര്യം പോക്ക. അവൾ ചോര കുടിച്ചു കൊല്ലും. അയ്യോ, വൈകിക്കണ്ട. എത്രയും പെട്ടെന്ന് പൂജ നടത്തി ഈ പാവത്തിന് എങ്ങനെയെങ്കിലും രക്ഷിക്കണം തിരുവടികളെ. അല്ലേ മലയാളി? അല്ല, അത് ആ,
പൂജയ്ക്ക് വരുന്ന ഭാരിച്ച ചെലവുകൾ ഓർത്താണെങ്കിൽ മുതലാളി പേടിക്കണ്ട. അത് ഫുൾ സ്പോൺസേഡ് പ്രോഗ്രാമായിട്ട് നടത്താനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കാവേരി മാഡത്തിനോട് കരഞ്ഞു പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചിട്ടുണ്ട്. കാവേരി മാഡം ആദ്യം സമ്മതിച്ചില്ല, പിന്നെ പ്രേതത്തെ ഭയന്ന് ഒടുക്കം മനസ്സ് മാറ്റി. അജയ് ഘോഷിനെ പ്രേതം കൊന്നാലും തളച്ചില്ലെങ്കിൽ പ്രേതം അടുത്ത ആളെ പിടിക്കില്ലേ? പ്രേതമല്ല, രക്തരക്ഷസ്. ഛെ, രണ്ടും ഒരു ഫാമിലി ആണല്ലോ. അപ്പോ പൂജ ഉടനെ നടത്താല്ലേ? നടത്താം.